എന്നെയും ചിലരൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. എന്തോന്ന്? എന്നെയും ചിലരൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. ആരാ വിളിച്ചേ? എനിക്ക് പറയണം. പറയടി. പറയാൻ ഇത്രയും വികാരഭരിതനാവണ്ട. എന്നോട് പറയാതിരുന്ന എന്താ? എനിക്കത് ആദ്യം അറിയണ്ടേ. എങ്ങനെ പറയും? അരിച്ചാക്ക് തലേ കയറ്റി വെച്ച പോലെ ശ്വാസം മുട്ടി നടക്കുകയല്ലായിരുന്നോ? ഭർത്താവല്ലേ. ഇപ്പൊ ആ ശ്വാസമൊക്കെ പോയി, മസിൽ പിടുത്തമൊക്കെ മാറി, നല്ല കുട്ടിയായി. ഇപ്പൊ നമ്മൾ നല്ല ഫ്രണ്ട്സാണ്. ഇനി അച്ഛനോട് ഞാൻ എന്തും തുറന്നു പറയും. എങ്കിൽ പറ, ആരാ വിളിച്ചേ? 3 പേരുണ്ട്. 3? ആരൊക്കെ? എന്താ ധൃതി? ആദ്യം ഒരാളുടെ പേര് പറയാം. നമ്മുടെ രവി അങ്കിള്. ആര്? രവി അങ്കിൾ. അയ്യോ, എന്റെ ഈശോയെ, പട്ടാളോ? ആ, രവി അങ്കിളാ മോളെ. എനിക്ക് ഇവിടെ ബോറടിച്ചിട്ട് വയ്യ. പട്ടാളത്തിലായിരുന്നെങ്കിൽ തോക്കെടുത്ത് 4 വെടിയെങ്കിലും വെക്കാമായിരുന്നു. അങ്കിൾ ഇങ്ങോട്ട് വാ. വരണോ? വാ അങ്കിളെ. വന്നിട്ട് ഈ വീടിനകമൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിടാം. അങ്കിളിന്റെ ബോറടിയും മാറും, എന്റെ വീടും വൃത്തിയാവും. വാ. ഒരു കോള് വരുന്നു. എന്റെ രവി അങ്കിളെ. വെറുതെ രക്തം തിളച്ച് വഴക്കുണ്ടാക്കാനൊന്നും പോണ്ട. ഇല്ല, പോവില്ല. അടുത്താളെ പറ. പ്ലംബറാ? ആ ചേച്ചി, ബെന്നിയാ. 8Bയിലെ മോട്ടറിന്റെ പണി കഴിഞ്ഞപ്പോ ഒരു ക്ഷീണം. ചേച്ചിയോട് കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞാ ഒന്ന് ഉഷാറാവും. അതാ വിളിച്ചത്. ഈ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എവിടെയാ ബെന്നി? ഐക്യരാഷ്ട്രസഭ? നമുക്ക് സംസാരിക്കാൻ എന്തെങ്കിലും ഒരു വിഷയം വേണ്ടേ? അതിനുവേണ്ടി പറഞ്ഞതാ. ഈ ചേച്ചിയുടെ ഒരു തമാശ. ഇതൊക്കെ കേൾക്കാൻ വേണ്ടി മാത്രമാ ഞാൻ ചിലപ്പോ ബാക്കിയും കൂടെ പറ. ഒന്നുമില്ല. എന്തോ ഉണ്ട്. ബെന്നി പറ. അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പിണങ്ങുവേ. എളുപ്പം പറ. ചേച്ചിയുടെ വീട്ടിലെ മോട്ടറും പൈപ്പൊന്നും കേടാവുന്നതല്ല, പിന്നെ ഞാൻ കേടാക്കുന്നതാ. ചേച്ചിയോടൊന്നും മിണ്ടിയും പറഞ്ഞിരിക്കാൻ. ആണോ? നീ ഇപ്പൊ പറഞ്ഞത് എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നീ എന്നെ വിളിച്ച ഈ കോളനിയിൽ എല്ലാവരും ഇത് കേൾക്കും. വെക്കടാ. എടാ അലവലാതി, ഒരു അനിയനെ പോലെ കൊണ്ടാടുന്ന ഞാൻ അവനെ. അവനീന്ന് ഒരിക്കലും ഞാനിത് പ്രതീക്ഷിച്ചില്ല. ശരി, അടുത്താളെ പറ. നമ്മുടെ രഘുസ്വാമി. ശുദ്ധം, ജൈവം. സന്തോഷം. ആനിയമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ പച്ചക്കറി കൃഷി നടത്തുന്നത്. എനിക്കറിയാം. മുഖത്തൊരു സങ്കടം ഞാൻ കാണുന്നുണ്ട്. ഉലഹന്നാനുമായിട്ട് വലിയ പിണക്കത്തിലുമാണ്. എന്നോട് എന്തും തുറന്നു പറയാം. ആനിയമ്മയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും. സ്വാമിയുടെ മാനസികാവസ്ഥ എനിക്കും മനസ്സിലാവും. സ്വാമി ചെല്ല് സ്വാമി. അയാളുടെ ഒരു പച്ചക്കറി മൊത്തത്തിൽ കയറി ഞാൻ നിരങ്ങിയാലും. അയ്യോ വേണ്ട. എല്ലാ ദിവസവും ഓഫീസിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതേ ഇവിടെ ഉണ്ടായ പച്ചക്കറിയാ. ആണോ? അതെ, ശുദ്ധം, ജൈവം. സ്വാമിയുടെ ജൈവം അവന്റെ. എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യാം, ആരോടും വഴക്കുണ്ടാക്കില്ലാന്ന്. ആരോടും വഴക്കുണ്ടാക്കില്ല.